ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ സഭ വലിയ നോമ്പിൻ്റെ നാളുകളിലൂടെ യാത്ര ചെയ്യുകയാണ്. നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആത്മീകവും ലൗകികവും ധാർമ്മികവുമായ ഒരു ജീവിതമാണ്. നോമ്പിൻ്റെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മെ മോശയുടെ പ്രശോഭിതമായ മുഖത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ മോശ സീനായി മലമുകളിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മോശ ദൈവത്തിൽ നിന്നും ഇസ്രായേലിന് വേണ്ടി 10 കൽപ്പനകൾ സ്വീകരിക്കുന്നു. പർവ്വതത്തിന് മുകളിൽ നിന്നും തിരികെ ഇറങ്ങി വന്ന മോശയുടെ മുഖം പ്രകാശിക്കുന്നതായി താഴെയുള്ള ജനം കണ്ടു. കൈകളിൽ കൽപ്പനയുമായി വരുന്ന മോശയ്ക്ക് തൻ്റെ പ്രകാശം കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അവൻ യഹോവയോട് സംസാരിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം പ്രകാശിക്കുന്നതായി അഹ്റോനും ഇസ്രായേൽ മക്കളും കണ്ടിട്ട് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഭയപ്പെട്ടു എന്ന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മോശയുടെ മുഖത്തെ പ്രകാശിപ്പിച്ചത് വെറും ഒരു സാധാരണ വെളിച്ചമായിരുന്നില്ല. അത് ദൈവത്തെ കാണണമെന്ന ആഗ്രഹത്തിൽ മനസ്സർപ്പിച്ച് തീഷ്ണമായി ഉപവസിച്ച ഒരാളുടെ മുഖത്തെ ദൈവിക മഹത്വത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. മോശയുടെ ആ ഒരുക്കം പോലെ 50 ദിവസത്തെ നമ്മുടെ യാത്രയാണ് ശ്രേഷ്ഠമായ വലിയ നോമ്പ്. നോമ്പിൻ്റെ പ്രാർത്ഥനകളും ഉപവാസവും കുമ്പിടിലുമൊക്കെ പ്രയാസമായി തോന്നിയാലും അത് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും ഒക്കെ പ്രകാശിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒരു വലിയ പെരുന്നാളിൻ്റെ, കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് 50 ദിവസവും ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ നമ്മുടെയൊക്കെയും ജീവിതത്തിലും പ്രകാശമുണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം ഓർമ്മപ്പെടുത്തുന്നു, അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും. പ്രിയമുള്ളവരെ, ഒരു പാപിയുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർത്തുള്ളിയേക്കാൾ വലിയ വഴിപാടുകൾ പോലും ദൈവത്തിന് സമർപ്പിക്കുവാൻ ശ്രേഷ്ഠമായി തീരുന്നില്ല എന്ന് പ്രാർത്ഥനകളിലൂടെ പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ നോമ്പ് ഒരു അനുതാപത്തിൻ്റെ കാലമായി തീരുവാൻ, മനസ്സിനെ കഴുകി വെടുപ്പാക്കുന്ന കാലമായി തീരുവാൻ ഇടയായിത്തീരുന്നു. നോമ്പ് ഒരു ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടമാണ്. ആത്മാവിലും ശരീരത്തിലും ശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമുക്കിടയായിത്തീരണം. ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിഞ്ഞ് ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ നീതിയോടെ ന്യായം വിധിക്കുമ്പോൾ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ തക്കവണ്ണം ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങൾ നമുക്ക് ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.